20 വർഷമായിട്ട് സൗജന്യമായിട്ട് എല്ലാവർക്കും സദ്യ ഒരുക്കി നൽകുന്ന ഒരു ഹോട്ടലിനെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒരു പ്രാർത്ഥനയിലാണ്. നമുക്ക് ഒരു ശ്രേയസ് ഹോട്ടലാണ് അല്ലേ? ശ്രേയസ് ഹോട്ടലിന്റെ ഉടമയായ നമ്മുടെ രമേശിന്റെ ഒരു ശ്രമമാണ് ഈ കഴിഞ്ഞ 20 വർഷം എന്ന് പറഞ്ഞാൽ ചില്ലറ കാലമൊന്നുമല്ല. 24 ഔട്ട് സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ടീമംഗം മണികണ്ഠൻ കുറുപ്പത്ത് തയ്യാറാക്കിയ ആ റിപ്പോർട്ടിലേക്ക് ആണ് നമ്മൾ ഇനി പോകുന്നത്. ഓണക്കാലത്ത് ഉത്രാട ദിനത്തിൽ ശ്രേയസ് ഹോട്ടലിൽ നിന്ന് വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാൻ എത്തുന്നവർ ഒട്ടനവധി. എല്ലാവർക്കും ഭക്ഷണം സൗജന്യം. ചോറും 20 തരം കറികളും പ്രഥമനുമെല്ലാം യഥേഷ്ടം. ഹോട്ടലിന്റെ ഉടമ രമേശിന് സഹായത്തിനായി അന്നേ ദിവസം വ്യാപാരികളും സുഹൃത്തുക്കളും ജനപ്രതിനിധികളുമടക്കം നിരവധി പേരുണ്ടാകും. ഉത്രാട സദ്യ ദിനത്തിൽ ഹോട്ടലിലെ പണപ്പെട്ടി അടഞ്ഞാണ് കിടക്കുക. പക്ഷെ ഭക്ഷണം കഴിച്ച ശേഷം ആളുകൾ ഒരു ഊണിന്റെ പൈസയ്ക്ക് പകരം 4-5 ഇരട്ടി വരെ അവിടെ വച്ചിരിക്കുന്ന പെട്ടിയിൽ നിക്ഷേപിക്കും. ഇങ്ങനെ ലഭിക്കുന്ന പണമെല്ലാം ദുരിതമനുഭവിക്കുന്ന ഒരാൾക്ക് ചികിത്സാ സഹായമായി നൽകുകയാണ് പതിവ്. 3 വർഷമായി രമേശിന്റെ ഉത്രാട സദ്യയിൽ പങ്കെടുക്കാനും സഹായം നൽകാനുമായി മുൻ മന്ത്രി VS സുനിൽകുമാറും എത്താറുണ്ട്. ഉത്രാട ദിവസവും ഇവിടെ നടത്തുന്ന സദ്യ അത് ലാഭത്തിന് വേണ്ടിയല്ല, അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്പാദ്യമാണത്. ഇന്നിവിടെ സദ്യ കൊണ്ടുവരുന്നവരൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പൈസ ഇവിടെ നിക്ഷേപിക്കും. ഇപ്പോൾ ഞാൻ 2-3 കൊല്ലമായിട്ട് ഇപ്പോൾ ഞാനിവിടെ എല്ലാ കൊല്ലം സദ്യ കൊണ്ടാൻ വരാറുണ്ട്. അപ്പോൾ 20 കൊല്ലമായി ഞാനിപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ കുറച്ച് കൊല്ലമായിട്ട് ഇവിടെ വരാറുണ്ട്. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയോട് ചേർന്ന 45 വർഷം മുമ്പ് ആരംഭിച്ചതാണ് ഇപ്പോഴുള്ള ശ്രേയസ് ഹോട്ടൽ. എറവ് പതിയത്ത് വേലായുധന്റെ മകൻ രമേശ് 3 പതിറ്റാണ്ട് മുമ്പാണ് ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. 20 വർഷം മുൻപ് നാട്ടിലെ സുഹൃത്തുക്കൾക്കും സാധുജനങ്ങൾക്കും ഉത്രാട ദിനം സൗജന്യ സദ്യ ഒരുക്കിയായിരുന്നു കാരുണ്യ പ്രവൃത്തിയുടെ തുടക്കം. ഈ വർഷം ഉത്രാട സദ്യയിൽ നിന്ന് പിരിഞ്ഞുകിട്ടിയ 42,000 രൂപ പ്രദേശവാസിയായ യുവാവിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറി. 24 തൃശൂർ.